ചെറുപ്പം മുതൽ തന്നെ പേടിത്തൊണ്ടനായ അഭിലാഷ് ചെറിയ കാര്യങ്ങളിൽ പോലും ടെൻഷൻ അടിക്കുകയും തലകറങ്ങി വീഴുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അവന്റെ ഹൃദയത്തിൽ വർഷങ്ങളായി ഒളിപ്പിച്ച ഒരു പ്രണയമുണ്ടായിരുന്നു, സ്കൂൾ കാല സുഹൃത്തായ ഷെറിനോട്. അവളെ അവൻ സ്നേഹിച്ചിരുന്നെങ്കിലും ഒരിക്കലും അത് തുറന്നു പറയാൻ അവന് ധൈര്യമുണ്ടായിരുന്നില്ല. സമയം കടന്നുപോയി, അവർ വീർപിരിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും നാട്ടിലേക്ക് എത്തുമ്പോൾ അവൾ ഒരു വിധവയാണ്, കൂടെ ഒരു ചെറിയ മകളും. ഷെറിനെ വീണ്ടും കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ ആ പ്രണയം ശക്തമായി ഉയർത്തെഴുന്നേൽക്കുന്നു. എന്നാൽ അവളോട് നേരിട്ട് തന്നെ ഇഷ്ടം പറയാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല. അതിനാൽ തന്റെ സുഹൃത്തായ അജേഷിന്റെ സഹായത്തോടെ ഒരു കള്ള സ്മഗ്ലിംഗ് കേസ് ഉണ്ടാക്കി അതിന്റെ പേരിൽ അവളെയും അഭിലാഷിനെയും ഒരുമിച്ച് പല സ്ഥലങ്ങളെയും കൊണ്ടുപോകുന്ന ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. ഈ യാത്രകളിൽ അഭിലാഷ് ഷെറിനോടും അവളുടെ മകളായ ദിവ്യയോടും പതിയെ അടുപ്പമാകുന്നു. ദിവ്യയോട് സംസാരിക്കാൻ ഹിന്ദി പഠിക്കുന്നതും അവളെ സന്തോഷിപ്പിക്കാൻ ചെയ്യുന്ന ചെറിയ ചെറിയ ശ്രമങ്ങളും അവനെ അവരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ അടുത്ത് കൊണ്ടുവരുന്നു. പക്ഷേ ഇതിനിടയിൽ താജു എന്ന മറ്റൊരാൾ ഷെറിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അവളെ വിവാഹം കഴിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു. അതോടെ അഭിലാഷിന്റെ മനസ്സിൽ അസൂയയും പേടിയും വർദ്ധിച്ചു വരുന്നു. ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ഷെറിൻ ഇപ്പോഴും തന്റെ മരിച്ചുപോയ ഭർത്താവ് അമീറിനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്നും അവന്റെ ഓർമ്മകൾ തന്നെയാണ് ജീവിക്കുന്നതെന്നും അഭിലാഷ് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്റെ പ്രണയം തുറന്നു പറയാൻ അവൻ പിന്നോട്ടു പോകുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി അജേഷ് അയച്ചൊരു വോയിസ് മെസ്സേജ് ഷെറിന്റെ കയ്യിലെത്തുകയും ഈ മുഴുവൻ കള്ളക്കളി അവൾക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതുകണ്ട് സങ്കടപ്പെട്ട ഷെറിൻ അഭിലാഷിനെ വിട്ട് വീണ്ടും മുംബൈയിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നു. അവസാനമായി അവളെ കാണാൻ എത്തിയ അഭിലാഷ് തന്റെ സ്നേഹം ഒരിക്കലും മാറില്ലെന്നും തുറന്നു പറയുന്നു. പക്ഷെ ഷെറിൻ അവനെ സ്വീകരിക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കുന്നു. അവൾ മകളോടൊപ്പം ട്രെയിനിൽ കയറുമ്പോൾ അവസാന നിമിഷം ധ്രുവ അഭിലാഷിനോട് മലയാളത്തിൽ സംസാരിക്കുന്നു. അവനോട് അവൾക്കൊരു ആത്മബന്ധം തോന്നിയതിന്റെ സൂചനയായി തന്റെ പ്രണയം തുറന്നു പറഞ്ഞെങ്കിലും അത് സ്വന്തമാക്കാൻ കഴിയാതെ മനസ്സിൽ മാത്രം ബാക്കിയാവുന്ന ഒരു അപൂർണ സ്നേഹമായി മാറുന്നു അഭിലാഷിന്റെ പ്രണയം.